ഉമറിനെ പേടി എന്നുള്ള ഈ ഒരു സംഗതി കേൾക്കാൻ തുടങ്ങിയത് പ്രവാചകന്റെ കാലം തൊട്ടാണ്. അത് മക്കത്തെ ഉമറിനെ പേടിയാണെങ്കിൽ ഇപ്പോ മുക്കത്തെ ഉമറിനെയാണ് ചിലർക്ക് പേടി. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സമസ്തയുടെ സെക്രട്ടറിയും നിലവിലെ വഖഫ് ബോർഡ് അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ സമസ്ത പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് നമ്മൾ ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഒരു പണ്ഡിതൻ വളരെ ധീരതയോടുകൂടി പഞ്ചേടത്തോടുകൂടി പിണറായി വിജയൻ പങ്കെടുത്ത CPM-ന്റെ വേദിയിൽ വന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. പുതിയ നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ വഖഫ് ബോർഡിൽ പിണറായി വിജയൻ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന തീരുമാനം നടപ്പിലാക്കാൻ തയ്യാറായില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. പക്ഷേ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായുള്ള ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിൽ നിന്ന് അവിടെ ഹാജരായി സർക്കാരിന്റെ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ 2 അമുസ്ലിങ്ങളെ വെച്ചിട്ടാണെങ്കിലും നിലവിൽ കേരളത്തിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും മുക്കം ഉമർ ഫൈസി ആ വേദിയിൽ പറയുകയുണ്ടായി. KS ഹംസ ലീഗിന്റെ ഇത്തരം കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തു വന്ന ആളാണ് നിലവിലെ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും വഖഫ് സ്വത്തുക്കൾ കൈയടക്കിയതിന്റെയും മറ്റും വിശദാംശങ്ങൾ കൃത്യമായി പറയാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന നിലവിലെ വഖഫ് ബോർഡ് അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അതങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞു. പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് മുസ്ലിം ലീഗിന് പറ്റിയിട്ടില്ല. അപ്പൊ മുസ്ലിം ലീഗിന്റെ ചോറ്റുപട്ടാളമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന പല സംഘടനകളിലും അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, ബഹാവുദ്ദീൻ മദവി, അതുപോലെ ഹക്കീം ഫൈസി ആദിർശ്ശേരി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ പണ്ഡിത വേഷധാരികളായ രാഷ്ട്രീയം തലക്ക് പിടിച്ച് മതോന്മത്തന്മാരായി മാറിയ കുറെ പണ്ഡിതന്മാരുണ്ട്. അവരെയെല്ലാം ഇറക്കി വിട്ട് സമസ്തയിൽ നിന്ന് ഉമർ ഫൈസി അങ്ങ് പുറത്താക്കി കളയും എന്നുള്ള നിലപാടാണ് ഇപ്പൊ സ്വീകരിക്കുന്നത്. അപ്പോ ധീരമായ നിലപാട് സ്വീകരിക്കാൻ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് കഴിയുമെന്നാണ് ഉമർ ഫൈസി മുക്കം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷാൽ ജിബ്രി തങ്ങൾ, സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിബ്രി തങ്ങൾ മലപ്പുറത്ത് വന്ന് ഇതിന് സമാനമായി പിണറായി വിജയനെയും അന്നത്തെ LDF സർക്കാരിനെയും വലിയ പ്രശംസ ചൊരിഞ്ഞുകൊണ്ട് സംസാരിച്ചു നമ്മുടെ മുമ്പിലുണ്ട്. സമസ്തയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് 40 പണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു പണ്ഡിത സഭയാണ് സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്നത്. ആ മുഷാവറ അംഗങ്ങളെ സംബന്ധിച്ച് അവർ പരലോകമോക്ഷം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഈ പുതിയ കാര്യങ്ങളൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി വെട്ടി തുറന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിലുള്ള ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും എന്നാണ് മുസ്ലിം ലീഗിനെ ഭയപ്പെടുത്തുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അതിനുവേണ്ടിയാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ നബിദിനമായിരുന്നു. നബിദിനത്തിൽ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ മാടക്കര ജുമാ മസ്ജിദിനകത്ത് നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് വൈറലായി. ഇതൊക്കെ മുസ്ലിം ലീഗ് മതസ്ഥാപനങ്ങളെ കൈയടക്കാനും സമസ്തയെ വരുതിക്ക് നിർത്താനുമുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്. RSS ഒരു ഭാഗത്ത് ഹിന്ദു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അതേ പ്രവർത്തനം മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. വിശ്വാസികളും അല്ലാത്തവരുമായ ആളുകൾ പ്രതിഷേധിക്കേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ പൊതുസമൂഹ മധ്യത്തിൽ പറയുമ്പോൾ ആ ഒരു പണ്ഡിതനെ അദ്ദേഹം ഇരിക്കുന്ന സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അതിനെതിരെ തിട്ടൂരം പാസാക്കുന്നവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഈ വസ്തുതകൾ വെട്ടിത്തുറന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് പിന്തുണ നൽകേണ്ടതും ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പൊതുജനങ്ങൾ ഇങ്ങനെ സത്യം മനസ്സിലാക്കി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിലനിൽപ്പില്ലാതെ വരുന്നത് ചില ആളുകൾക്കാണ്. ഒന്ന്, അന്ധമായ രാഷ്ട്രീയത്തെ തലയിൽ കയറ്റി വെക്കുന്ന രാഷ്ട്രീയ അടിമകൾക്ക്. മറ്റൊന്ന് സുഹാബികൾക്ക്. അതായത് സമസ്തയുടെ അപ്രമാദിത്വം, അതിൻ്റെ പ്രശസ്തി, അതിൻ്റെ ഉന്നതി, അതൊക്കെ തകർന്നു കാണണമെന്ന് നിരന്തരമായി ആഗ്രഹിക്കുന്ന സയ്യിദുൽ ഉലമ തന്നെ സൂചിപ്പിച്ച ഉള്ളിൽ നിന്ന് തുരപ്പൻ പണിയെടുക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് ഇകഴ്ത്താൻ, അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ, അല്ലെങ്കിൽ വിമർശിക്കാൻ, അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കാൻ ഒരു അവസരം പാത്ത് ഇരിക്കുകയാണ് ഇവർ. അങ്ങനത്തെ ആളുകൾ നോക്ക് നിങ്ങൾ. നാസർ ഫൈസി കൂടത്തായ അതിലൊരാളാണ്. അയാൾ പറയുന്ന പച്ചക്കളവ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പച്ചക്കളവ് ഉമർ ഫൈസിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. തന്നെയുമല്ല,
സ്വയം പരിചയപ്പെടുത്തുന്നു സഖാവ് എന്ന്. സമസ്തയുടെ വേദിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറയുന്നു ഒരു മുസ്ലിമിന് സഖാവാൻ സാധിക്കില്ല. എന്നാൽ CPM-ന്റെ വേദിയിൽ വന്നുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്നത് സഖാവ് എന്നാണ്. ആ പ്രസംഗം കേട്ട ഏതൊരാൾക്കും വ്യക്തമാണ് ഉമർ ഫൈസി പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞു സഖാവ് ഉമർ ഫൈസി എന്നാണ് അവർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല കേട്ടോ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം സ്വന്തത്തെ സഖാവായി പരിചയപ്പെടുത്തിയതല്ല. ഇത് ഇയാൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് പച്ചക്കളവാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇയാൾ ഇങ്ങോട്ട് പ്രകോപിതനായിട്ട് പച്ചത്തെറിയൊക്കെയാണ് വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേൾപ്പിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരവസ്ഥ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ അമ്മിക്കടിയിൽ ആധാരം പണയം വെച്ചവർക്കാണ് ഈ ഒരു അവസ്ഥ വരിക. നോക്കൂ നിങ്ങൾ, ഇതേ നാസർ ഫൈസി തന്നെയാണ് കഴിഞ്ഞ ഭരണം എന്ന് പറയുമ്പോൾ പിണറായിയുടെ ഭരണമാണല്ലോ, എല്ലാവർക്കും അറിയാം. ആ പിണറായിയുടെ ഭരണത്തിൽ CPM-ന്റെ വേദിയിൽ പോയി എന്ന് മാത്രമല്ല, അവിടെ പ്രസംഗിച്ചെന്ന് മാത്രമല്ല, പിണറായി വിജയനെ പൊക്കി പറഞ്ഞിട്ട്, മുക്തകണ്ഠങ്ങ് പൊക്കി പറഞ്ഞിട്ട് പ്രശംസിച്ചിട്ട് പ്രസംഗിക്കുന്ന ഒരു രംഗുണ്ട്. അതൊന്നും നിങ്ങൾ കാണണം. ഇതേ നാസർ ഫൈസി പിണറായി സർക്കാർ ജനകീയ സർക്കാരാണെന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വകയും സയ്യിദുൽ ഉലമൻ്റെ വക ഇയാളും ഒക്കെ കൂട്ടിയിട്ട് അങ്ങ് പറയാം. അപ്പോൾ ഇയാൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇയാളുടെ അന്നം മുടങ്ങരുത്. അതിന് ഏത് സർക്കാരാണെങ്കിലും, ഇനി BJP ആണെങ്കിൽ പോലും ഇയാൾ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച ചരിത്രമാണ് ഇയാൾക്കുള്ളത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. CPM ഈ രംഗത്തിൽ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് പൊതുവെ ഒരു സമീപനം സ്വീകരിച്ചത് അത് മുഹമ്മദ് ജിഫിരി മുത്തുപേറ്റങ്ങൾ കലവറയില്ലാതെ, പഴുതില്ലാതെ, തട്ടിത്തടയില്ലാതെ നിർത്തി കൃത്യമായി പറഞ്ഞു വാക്കുണ്ട്. ഒരു നാട്ടിലുള്ള കേരളം അവർ അടിസ്ഥാനത്തിൽ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയെ തൂത്തുകയുന്നതിൽ മതേതരത്വത്തിന്റെ കൂട്ടായ്മ നമ്മളെല്ലാം ശക്തിപ്പെട്ടു. അപ്പോൾ കണ്ടോ, അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഏർപ്പാടാണ് ഇയാളത്. ഇപ്പോൾ ലീഗുകാരെ കക്ഷത്തായതുകൊണ്ട് അവരെ പൊന്തിച്ച് പറയാൻ സമസ്തയുടെ നേതാക്കളെ കയറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല, അവർക്കെതിരെ ബൈറ്റ് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവരെ താഴ്ത്തിക്കെട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്കുള്ള വിഹിതം കിട്ടിയാൽ മതി എന്ന തരത്തിലാണ് ഇയാളൊക്കെ പോകുന്നത്. എന്തുമാത്രം മതപതനത്തിലേക്കാണ് ഇയാൾ പോകുന്നത് നോക്ക് നിങ്ങൾ. ഒരു വേദിയിൽ, സമസ്തൻ്റെ ഒരു വേദിയിൽ ഇയാൾക്ക് പരിപാടി ഉണ്ടോ? ഏതെങ്കിലും ഇയാൾ കൊണ്ടു നടക്കുന്ന ഇയാളുടെ സുഹാബിമാൽ ഫെഡറേഷനും മറ്റും അല്ലാതെ ഏതെങ്കിലും പ്രവർത്തകർ മനസ്സറിഞ്ഞുകൊണ്ട് ഇയാളൊരു വേദിയിലേക്ക് വിളിക്കുന്നില്ല. ഈ സമയത്ത് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരിപാടികളല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല എന്ന് കണ്ടറിഞ്ഞതിൻ്റെ പേരിലായിരിക്കാം ഈ ഭരണം കഴിയുന്നത് വരെയെങ്കിലും ലീഗിൻ്റെ കക്ഷത്ത് ഇയാളുണ്ടാവും. അതിനുവേണ്ടി എന്ത് ദാസ്യവേല ചെയ്യാനും ഇയാളത്തെ പോലത്തെ ആളുകൾ തയ്യാറാകും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.